ആരെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകും. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. ഇതിനെപ്പറ്റി കൂടുതലൊന്നും ആരോടും പറയേണ്ടതില്ല. ഈ അവിശ്വസനീയമായ ആശയവിനിമയ പ്ലാറ്റ്ഫോം സൃഷ്ടിച്ച വ്യക്തിയും പ്രശസ്തനാണ്. മെറ്റ സ്ഥാപകനും ശതകോടീശ്വരനുമായ മാർക്ക് സക്കർബർഗ് പുതിയ ബിസിനസ്സിലേക്ക് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വളരെ ആകർഷകമായ ബിസിനസ്സാണ് സക്കർബർഗ് ആരംഭിച്ചിരിക്കുന്നത്. ബീഫ് കച്ചവടമാണ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത്. ബിസിനസ് ലോകത്ത് മാത്രമല്ല, ടെക് ലോകത്തും സക്കർബർഗിന്റെ പുതിയ തീരുമാനം അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ ജിയൂസിയോ പഠിക്കാനായി സക്കർബർഗ് ശ്രമിച്ചതും ഇതുപോലെ വാർത്തയായിരുന്നു. പശുക്കളെ വളർത്തുന്നതാണ് ഇപ്പോഴത്തെ സക്കർബർഗിന്റെ ഹോബി എന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് വെറുതെ പശുവിനെ വളർത്തുന്ന കാര്യമല്ല. ഇവയ്ക്ക് തീറ്റയായി നൽകുന്നത് ഡ്രൈ ഫ്രൂട്ട്സും ബിയറുമാണ്. ലോകത്തൊരിടത്തും ഇത്തരത്തിൽ പശുവിന് തീറ്റ ആരും നൽകുന്നുണ്ടാവില്ല. എന്നാൽ ഇതിന് വിശദീകരണവും സക്കർബർഗ് തന്നെ നൽകുന്നുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ബീഫ് ഇതിലൂടെ ലഭിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഹവായിലാണ് സക്കർബർഗ് പശു വളർത്തൽ ആരംഭിച്ചത്. ഇവിടെയുള്ള കോയി ദ്വീപിന്റെ പാതിയോളം വരുന്ന ഫാമിലാണ് പശുക്കൾ ഇപ്പോൾ ഉള്ളത്. ബീഫിനോടും പശുക്കളോടുമുള്ള തന്റെ അഭിനിവേശം നേരത്തെ തന്നെ സക്കർബർഗ് വെളിപ്പെടുത്തിയിരുന്നു. വ്യാഹു, ആംഗസ് എന്നിങ്ങനെ 2 തരത്തിലുള്ള പശുക്കളെയാണ് വളർത്തുന്നത് എന്ന് സക്കർബർഗ് പറയുന്നു. വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഇവയെ വളർത്തുന്നത്. ഇവയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം നൽകുന്നതിലൂടെ ലോകത്തെ ഏറ്റവും മികച്ച ബീഫ് ലഭ്യമാകുമെന്നാണ് സക്കർബർഗ് പറയുന്നത്. വളരെ വിലയേറിയ ബീഫുകളാണ് ഇതിലൂടെ വിപണിയിൽ എത്തിക്കാൻ സക്കർബർഗ് പദ്ധതിയിടുന്നത്. ബീഫാണ് ബിസിനസ്സിൽ ഏറ്റവും മികച്ചതെന്ന് സക്കർബർഗ് അടിവരയിട്ട് പറയുന്നു. മക്കാഡമിയ ഭക്ഷണമാണ് താൻ പശുക്കൾക്ക് നൽകുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വളരെ വിലയേറിയ മക്കാഡമിയ നട്ട്സുകളാണിത്. അതോടൊപ്പം പ്രാദേശികമായി നിർമ്മിച്ച ബ്രൂട്ട്സ് ആൻഡിസാനൽ ബിയറും നൽകുന്നു. ഇതിലൂടെ ഏറ്റവും ശുചിത്വമുള്ളതും ക്ലീനായതും അതുപോലെ ഉയർന്ന നിലവാരമുള്ളതുമായ ബീഫുകൾ വിപണിയിലെത്തും. പ്രധാനമായും ബീഫിന്റെ ഉൽപാദനം നിലവാരമില്ലാത്ത രീതിയിലാണെന്ന് വിമർശനം ഉയരുന്നുണ്ട്. ഇത് മറികടക്കാൻ കൂടിയാണ് പുതിയ ബിസിനസ് സക്കർബർഗ് ആരംഭിച്ചിരിക്കുന്നത്. വളരെ ഉത്തരവാദിത്തമുള്ള ഗോ കർഷകനായിരിക്കും താനെന്നും അദ്ദേഹം പറയുന്നു. ഓരോ വർഷവും 5000 മുതൽ 10,000 പൗണ്ടുകൾ ഭക്ഷണം വർഷത്തിൽ കഴിക്കും. മെക്കാഡമിയ മരങ്ങൾ ധാരാളം അതിനായി ആവശ്യമാണ്. എന്റെ മക്കളാണ് മാക് മരങ്ങൾ വളർത്തിയെടുക്കുന്നത്. പശുക്കളുടെ കാര്യമെല്ലാം അവരാണ് നോക്കുന്നത്. തന്റെ ബിസിനസ് പ്രോജക്റ്റുകളിൽ ഏറ്റവും സ്വാദിഷ്ടമായ പദ്ധതി ഇതാണെന്നും സക്കർബർഗ് പറയുന്നു. ഹവായിയൻ ദ്വീപ സമൂഹത്തിലെ കവായിൽ 1400 ഏക്കറിലാണ് സക്കർബർഗിന്റെ കൂറ്റൻ പോത്ത് ഫാം. ജാപ്പനീസായ വ്യാഗു, സ്കോട്ട്ലൻഡിലെ ആംഗസ് എന്നീ ഇനങ്ങളെയാണ് വളർത്തുന്നത്. ഇവ രണ്ടും ഏറ്റവും വിലയേറിയ ഇനങ്ങളാണെന്നും സക്കർബർഗ് വ്യക്തമാക്കി. ബീഫിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനാണ് ഡ്രൈ ഫ്രൂട്ട്സും ബിയറും നൽകുന്നത്. വർഷത്തിൽ 5000 മുതൽ 10,000 പൗണ്ട് വരെ ഭക്ഷണം കഴിക്കുന്നു. കന്നുകാലികൾക്കായി മക്കാഡമിയ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും രുചികരമായ ബിസിനസ് ഇതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും മൃഗങ്ങളെ പരിപാലിക്കുന്നതിനും തന്റെ 3 പെൺമക്കൾക്കും പങ്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പരിസരം വൃത്തിയാക്കുന്ന മകളുടെ ചിത്രം സക്കർബർഗ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ സസ്യാഹാരികളും പരിസ്ഥിതി സ്നേഹികളും സക്കർബർഗിന് എതിരെ തിരിഞ്ഞിട്ടുണ്ട്. കന്നുകാലികൾ ചാണകത്തിലൂടെയും തികട്ടുമ്പോഴും പുറത്തുവിടുന്ന ഹരിതഗൃഹവാതകം പരിസ്ഥിതിക്ക് ഹാനികരമാണ് എന്നതാണ് ഒരു വിമർശനം. മൃഗാവകാശ സംഘടനയായ പെറ്റ സക്കർബർഗ് ഇരുണ്ട യുഗത്തിലാണെന്നും വിശേഷിപ്പിച്ചു. പ്രകൃതിയെ സ്നേഹിക്കുന്ന സക്കർബർഗ് ഒരിക്കലും ഈ ബിസിനസ്സിൽ ഇറങ്ങരുതെന്നും ഇറച്ചിക്കു വേണ്ടി താങ്കൾ കന്നുകാലികളെ കൊല്ലുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നും ചിലർ കുറിച്ചു. അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിന് താഴെ സക്കർബർഗിനെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മുടെ മലയാളികളുമുണ്ട്. ഗോമാതാവിനെ തിന്നുന്ന സക്കർബർഗ് മുതലാളിയെ ബഹിഷ്കരിക്കുക. മിത്രങ്ങൾ ഇന്ന് മുതൽ ഫേസ്ബുക്കും ഉപേക്ഷിക്കുന്നതാണ്. എന്റെ ഗോമാതാവേ, ഞാൻ എന്തായി കേൾക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ UPയിൽ വന്ന് കഴിക്ക് എന്നിങ്ങനെയായിരുന്നു വരുന്ന കമന്റുകൾ.